കൂടി ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയി തെളിവെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നു, ഈ കോടതി മുറിയിലൊക്കെ കണ്ടു, കുറ്റബോധത്തിന്റെയോ വേദനയുടെയോ തരിമ്പ് പോലും ഒരു സമയം പോലും പ്രത്യക്ഷത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. വ്യക്തിപരമായി ഒരു വനിത എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ഈ പ്രതിയുടെ സമീപനം? അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. അന്നും ഹാപ്പി ആയിരുന്നു, ഇന്നും വളരെ സന്തോഷത്തോടെ. വേറെ എന്തായാലും സംഭവിച്ചു, കുറ്റമേറ്റു, ഇത്രയുമായി വളരെ സന്തോഷത്തോടെയാണ് ഇന്നും പോയത്. വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് അത് ഗ്രീഷ്മയെ കണ്ടുപിടിക്കണം. വധശിക്ഷയ്ക്ക് വിധിച്ച പെൺകുട്ടിയാണ്. ആ ഒരു ടൈമിൽ പോലും നല്ലൊരു ആത്മവിശ്വാസത്തോടെ അവൾ നിൽക്കുന്നുണ്ട്. അതിനി ഉള്ളിൽ ഭയമുണ്ടായിട്ട് പുറത്ത് കാണിക്കാത്തതോ നമുക്ക് പറയാൻ വേണ്ടി ആവില്ല. എന്നാലും ഇത്രയ്ക്കും ക്രൂരമായിട്ട് താൻ സ്നേഹിച്ച ചെറുക്കനെ നിഷ്ഠൂരം കൊലപ്പെടുത്തി. അവന് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാനാവാതെ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ കംപ്ലീറ്റ് എല്ലാ ഓർഗൻസും നശിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. വായു കംപ്ലീറ്റ് പുണ്ണായിട്ട് അങ്ങനെ നിറഞ്ഞു വന്നിട്ട് ഒരു വസ്തു പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏകദേശം 10-15 ദിവസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലം അത്രയും ഇവളെന്താണോ പ്രതീക്ഷിച്ചത് ആ ഒരു സംഭവങ്ങളൊക്കെ നേരെ വന്നു എന്ന ഒരു പ്രതീക്ഷയിൽ അന്നും ഇതേ ആത്മവിശ്വാസത്തോടെ അവളിരുന്നു. ആ ടൈമിൽ തന്നെ സഹോദരൻ ഫോൺ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ നല്ല ഉറച്ച ദൃഢനിശ്ചയത്തോടെ മുൻകൂട്ടിയിട്ട് തീരുമാനിച്ച ഓരോ കാര്യങ്ങളും അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്നേരം നമ്മൾ കണ്ടത് ഈ ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു. അതും കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ ഇവള് തന്നെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തേന്നുള്ളത് അത് ഉറച്ച വിശ്വാസത്തിൽ അവർ മുന്നോട്ട് നീങ്ങുമ്പോഴും ഇവള് ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഗ്രീഷ്മയെ കണ്ട് പഠിക്കണം എന്നുള്ളത്. അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ, വേറെ ഒരു സംഭവം പഠിച്ചേക്കണ്ട. ജീവിതത്തിൽ ഒരിക്കലും നന്മക്കുതകുന്ന കാര്യമൊന്നുമല്ല. തെളിവുകൾ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മ. ആ തെളിവുകളൊക്കെ അവർ ശേഖരിച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്രയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി, ആ പെൺകുട്ടി തന്നെയാണ് അത്രയും മനോഹരമായിട്ട് തൻ്റെ കാമുകനെ ചതിച്ച് കൊലപാതകത്തിലേക്ക് കൊണ്ടുപോയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് ഓക്കെ ആയി, ആദ്യത്തെ ഒരു പേഴ്സൺ കൊടുത്തു, അത് ഓക്കെ ആയി, കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടിട്ട് രണ്ടാമതും കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ബ്രില്യൻസ് തെളിയിച്ചൊരു കുട്ടി തന്നെയാണ്. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അവള് ഓരോ ചാറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ടൈമിൽ അതൊക്കെ എന്തായാലും പോലീസുകാർ കണ്ടുപിടിക്കുമല്ലോ. അതൊക്കെ ശേഖരിച്ചിട്ട് ഇവർ നോക്കുന്ന ടൈമിൽ ഒരിക്കലും ഇവളാണ് കുറ്റവാളി അല്ലെങ്കിൽ ഇവള് തന്നെയാണ് ഇതിനുള്ള ഉത്തരവാദി എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ് പോലും വെച്ചിട്ടില്ല. ഓരോ ചാറ്റിങ്ങിലും അത്രക്കും ബ്രില്യൻ്റ് ആയിട്ടാണ് ഓരോ കരുക്കളും നീക്കിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. കളക്ട് ചെയ്ത് ഇതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് ശേഖരിച്ച് ഇതിൽ ഏകദേശം ഒരു 3 ലക്ഷത്തോളം ഫയലിൽ നിന്നും നമുക്ക് കേസിന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയ്ക്കും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ കാര്യമായിരുന്നു. ഇതിൽ എഫ് എസ് എൽ നമ്മുടെ സയന്റിഫിക് എക്സ്പെർട്ട് ദീപ മാം നമ്മളോടൊപ്പം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. 3 ലക്ഷത്തോളം ഫയലുകൾ ഉണ്ടായിരുന്നു അല്ലേ പരിശോധിക്കാൻ? ഏറെക്കുറെ, ഒരുപക്ഷെ അതിൽ കൂടുതൽ. 2020 മുതലുള്ള വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു 1 മിനിറ്റിൽ 20ഓളം മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മംഗ്ലീഷിൽ മെസ്സേജിൽ അയച്ചു പോകുന്നത്. 2000 മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ മുഴുവൻ നിങ്ങൾ വായിച്ചു? 2000 മുതലല്ല, 2020 മുതലുള്ള വാട്സപ്പ് ചാറ്റുകൾ. 2020 മുതലുള്ള വാട്സപ്പ് ചാറ്റ് എല്ലാം വായിച്ചു. ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കാനുള്ളത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അർത്ഥം പിടിയിട്ടും മംഗ്ലീഷിലായതുകൊണ്ട് ഒരു ചാറ്റ് തന്നെ 1-2 തവണ കൂടി വായിക്കേണ്ടി വരും. അതിൽ നിന്നാണ് ഈ ചാറ്റ് മൊത്തം ഏറ്റവും റിലവൻ്റ് ആയിട്ട് വന്നത്. 14 തീയതി മുതൽ 18 തീയതി വരെയുള്ള 2022 ഈ മരണപ്പെട്ട 10-ാം മാസം 14 ഒക്ടോബർ മാസം 14 തീയതി മുതൽ 18 തീയതി വരെയുള്ള ചാറ്റായിരുന്നു. അത് തന്നെ ഏകദേശം ഒരു 20-30ഓളം പേജ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇവളുടെ ഒരു മനോഭാവം എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക്? ഒരിക്കലും ആളിന്റെ മനോഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഷാരോൺ ഡാനിനോട് ചാറ്റ് ചെയ്യുന്നത്. ഈ ക്രൂരകൃത്യം ചെയ്തിട്ടും അത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനോഭാവമല്ലേ. നമ്മുടെ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡെവിളിന്റെ ചിന്താഗതിയായിരുന്നു. ആ വാട്സപ്പ് ചാറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സാറ് പറഞ്ഞതുപോലെ പ്രോസിക്യൂട്ടർ പറഞ്ഞ കാര്യമാണ് ഡെവിളിന്റെ ചിന്താഗതി എന്നുള്ളത്. ചെകുത്താന്റെ ചിന്തയുമായിട്ടാണ് നടക്കുന്നത്. കാരണം ബുദ്ധി കൂടിയിട്ട് എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിലൊരു മനുഷ്യനെ കൊന്നു. അതും കരുതി കൂട്ടിയിട്ടുള്ള കൊലപാതകം. തനിക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്ന് കരുതിയിട്ട് ചെയ്യുന്നത്. തനിക്ക് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ വേറൊരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സുഹൃത്തിനെ ആൺസുഹൃത്തിനെ
ആയാലും ഇനി പെൺസുഹൃത്തിനായിരിക്കണം അങ്ങനെ അഗാധമായിട്ടൊന്നും പ്രണയം നടിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഈ ഒരു വ്യക്തി, ഷാരോൺ എന്ന് പറയുന്ന വ്യക്തി അത്രയധികം ഇവളെ സ്നേഹിച്ചു, സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സ്നേഹിച്ചു. പക്ഷെ ഇവരുടെ ഉദ്ദേശം അതായിരുന്നില്ല. നല്ലൊരു കൊമ്പ് കണ്ടപ്പോൾ അതിൽ ചാഞ്ഞങ്ങ് മറുകണ്ഠം ചാടാന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ ആ ഒരു സ്നേഹം എന്തായാലും ആ ഒരു പ്രശ്നത്തിലേക്ക് തന്നെ വരുമെന്ന് ഇവക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ട് രമ്യതയിലാവുന്ന തീർക്കാമെന്നല്ല കരുതിയത്, അവനെ അങ്ങ് തീർക്കാന്നുള്ളതാണ്. അതാണ് ഇവിടെ ഗ്രീഷ്മ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. ജീവിതത്തെ തന്നെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യം അവള് അറിഞ്ഞിരുന്നില്ല. വേറൊരു ലൈഫിലേക്ക് പോകാനായി ഇനിയിപ്പോൾ പഠിത്തത്തിന് ഇതായിരിക്കും എല്ലാത്തിലും ഒന്നാമതായിട്ടുള്ള കുട്ടി കലാതിലകം ഒക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു കുട്ടിയുടെ ലൈഫ് തന്നെ അങ്ങ് സ്പോയിലായി. ഇവള് കാരണം ഷാരോൺ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതവും പോയി. ഈ ഒരു കേസിൽ ഗ്രീഷ്മ കരുതിയിരുന്നത് തനിക്ക് ഒന്നിക്കുള്ളൊരു സാഹചര്യ തെളിവുകൾ എന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണങ്ങൾ, അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ ഷാരോണ് ഇവക്കെതിരായിട്ടൊരു മരണമൊഴിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദ്യാഭ്യാസത്തിലൊക്കെ മുൻനിരയിൽ തന്നെയായിരുന്നു ഈ കുട്ടി. കലാതിലകം ഒക്കെ അങ്ങനത്തെ ആ ഒരു ലെവൽ കംപ്ലീറ്റ് എല്ലാത്തിലും ഒരു ഹൈ ടാലന്റഡ് ആയിട്ടുള്ള പെൺകുട്ടി. അപ്പം അതുകൊണ്ട് തന്നെ തനിക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല, തന്നെ വെറുതെ വിടും, അല്ലെങ്കിൽ ഒന്നിക്ക് 10 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു നല്ലൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഓരോ ഹിയറിങ്ങിനും അവൾ എത്തുന്ന ടൈമിൽ, കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ടൈമിൽ ഒന്നിക്കലും മുഖത്തൊരു സങ്കടഭാവം നമ്മൾ കാണണം, ഒന്നുമില്ല, അങ്ങനെ ഒരു ഭാവമേ ഇല്ല. കംപ്ലീറ്റ് നല്ല ചിരിച്ചു കളിച്ച് രസിച്ച് വരുന്നത് പോലെ അങ്ങ് വരിക. അതുപോലെ തന്നെ അവളൊരു ഡയലോഗും കൂടി അടിച്ചിരുന്നു, ഇനി അഥവാ ജീവപര്യന്തം കിട്ടിയാൽ തന്നെ എനിക്ക് അത് കഴിഞ്ഞാലും വീണ്ടും ജീവിക്കാനുള്ള പ്രായമുണ്ട്, നാട്ടിലിറങ്ങിയിട്ട് ഞാനും ജീവിക്കുമെന്നുള്ളത്. അങ്ങനെയൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാ. അതാ പറഞ്ഞത്, കോൺഫിഡൻസ് ലെവലിന്റെ ആശാൻ എന്ന് പറയുന്നത് ഗ്രീഷ്മ തന്നെയാണ്. ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്തിട്ട് അതിവിദഗ്ധമായിട്ട് ഏത് തരം പോയിസൺ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാതിരിക്കാം, അങ്ങനെയൊക്കെയുള്ള പോയിസണും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. എന്തോ കളനാശിനിയാണ്. ആ ഒരു കളനാശിനി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒഡീഷയിലൊക്കെ പോകേണ്ടി വന്നെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. അത്രയധികം എഫേർട്ട് എടുത്തിട്ട്, തൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത എന്നോളം എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു ദൗത്യം വിജയകരമായിട്ട് നിർവഹിച്ച നമ്മുടെ എല്ലാ ഫോഴ്സിനും അഭിനന്ദനങ്ങൾ, ബിഗ് സല്യൂട്ട്. അതുപോലെ ജസ്റ്റിസ് AM ബഷീർ സാറിനും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനു മുന്നേ തന്നെ 1 വർഷം മുന്നേ തന്നെ ഒരു കേസിൽ കൂടി ഇതുപോലെ വധശിക്ഷ നടപ്പിലാക്കിയിട്ട്, അതും യുവതിക്ക് തന്നെയാണ്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം മല്ലൂരിലെ ഒരു മോഷണ കേസാണ്. അതിൽ വൃദ്ധയായിട്ടുള്ള ശാന്തികുമാരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ട് ചാക്കിലാക്കി തട്ടിമ്പുറത്തിട്ടു. അതിലാണ് റഫീഖ ബീവി എന്ന് പറഞ്ഞിട്ടുള്ള യുവതിക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. അദ്ദേഹം അന്ന് നടപ്പിലാക്കിയ അതേ വധശിക്ഷ തന്നെയാണ് ഇന്ന് ഗ്രീഷ്മക്ക് നടപ്പിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു കേസിൽ കണ്ടത് ഷാരോൺ അനുഭവിച്ച ആ ഒരു വേദന അപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് ഇതിനെ കണ്ടിട്ടുള്ളത്. കാരണം ഇത് ചെയ്തതിനൊരു തെളിവൊന്നും വെച്ചിട്ടില്ല. അത്രയധികം ഉദ്യോഗസ്ഥന്മാർ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ തെളിവുകളും ശേഖരിച്ചിട്ടുള്ളത്. അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അന്നേ ദിവസം ഷാരോൺ അനുഭവിച്ച ആ വേദന 11 ദിവസം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് അങ്ങ് നശിച്ചുപോയി, അഴുകിപ്പോയി. കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി. അതുപോലെ മരണസമയത്ത് ഷാരോൺ ഗ്രീഷ്മയെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളതിന്റെ ആ ഒരു ലെവൽ പോലും ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഉദ്യോഗസ്ഥന്മാരോട്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഗ്രീഷ്മക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യനെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഗ്രീഷ്മ കാട്ടിയത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ വഞ്ചനയാണ്. ഇതൊക്കെയാണ് കോടതി പരിഗണനയിലെടുത്തത്. അതിലിപ്പോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പ്രായക്കുറവോ അങ്ങനെയൊന്നും കണക്കിലെടുത്തിട്ടില്ല. അതൊക്കെ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി കുറെ മാർഗങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റൊക്കെ. പക്ഷെ അതൊന്നും പോയില്ല. ഇനി എന്തായാലും ഇനി അവര് ഹൈക്കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അത് ജീവപര്യന്തമായിട്ട് കുറയുമോ അങ്ങനെയൊന്നും അറിയില്ല. എന്നാലും ഇപ്പോ AM ബഷീർ സാർ എടുത്തിരിക്കുന്ന ഈ ഒരു വിധി എല്ലാവർക്കും സന്തോഷത്തിനുള്ളൊരു വക തന്നെയാണ്. ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ആളുകൾ, പെണ്ണായാലും മണ്ണായാലും ഈ വർഗത്തിൽപ്പെട്ട ആരായിക്കഴിഞ്ഞാലും ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കും, ഇനി ജീവിതം നമ്മുടേത് നശിപ്പിക്കണം എന്നുള്ളത്. കാരണം ഒരാളെ ജീവിതം പോകുമ്പോഴത്തേക്കും ആ ചെയ്ത ആളുടെയും പോകുമല്ലോ. ആ ഒരു പേടി, സ്വന്തം ജീവനിൽ ഭയമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ആ ഒരു ഭയം ഏതെങ്കിലും ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പോൾ ഈ വിധിച്ചേക്കുന്ന ശിക്ഷയിൽ നേടിയ ഏറ്റവും വലിയൊരു ലാഭം എന്നുള്ളത്.
കാരണം മനുഷ്യന്മാർക്കിപ്പം കൊലപാതകത്തിനൊരു വിലയുമില്ലാത്ത അവസ്ഥയിലൊക്കെ പോകുന്നത് അതങ്ങ് ഇല്ലാതാവും.